പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ജലസങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ് തമിഴ്നാട് തൃശ്ശിനാപ്പള്ളി ജില്ലയിലെ തിരുവനയിൽക്കാവ് ജംബുകേശ്വര ക്ഷേത്രം. അതിപ്രാചീനമായ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഇന്നത്തെ കഥയമമ്മ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങളിൽ ഒന്നായിട്ടുള്ള ഏകാംബരേശ്വരനെ, അതായത് ഭൂമി തത്വത്തിലുള്ള മഹാദേവനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പഞ്ചഭൂതങ്ങളിലെ രണ്ടാമത്തെ ഭൂതമായിട്ടുള്ള ജലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ജലലിംഗത്തെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഏകാംബരേശ്വരൻ മണലുകൊണ്ട് ശ്രീപാർവതി ദേവി ഉണ്ടാക്കിയിട്ടുള്ള ഭൂമി തത്വത്തിലുള്ള ശിവലിംഗമാണ്. അങ്ങനെയാണെങ്കിൽ ജലതത്വമുള്ള ശിവലിംഗം ഭൂമിയിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് വേറെ എവിടെയില്ല, അത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ ശ്രീരംഗത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ജംബുകേശ്വരൻ എന്ന് വിളിക്കപ്പെടുന്ന ക്ഷേത്രത്തിലാണ് ഈ ജലലിംഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ജംബുകേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ഭഗവാന്റെ പ്രത്യേകതയും ഇന്നത്തെ കഥയമമ്മയിൽ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ ജംബുകേശ്വര ക്ഷേത്രം എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ജംബുമുനി എന്ന് പറയപ്പെടുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഭഗവാൻ മഹാദേവനെ ഒരുപാട് കാലം ആരാധിച്ചു അത്രേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള മഹാദേവൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹം നല്ല രുചിയുള്ള ഞാവൽ പഴങ്ങൾ മഹാദേവന് കൊടുത്തു എന്നാണ്. ആ ഞാവൽപ്പഴം കിട്ടിയപ്പോൾ ഭഗവാന് തൻ്റെ ഭക്തൻ തന്നതാണ്, സ്നേഹത്തോടു കൂടി തന്നതാണ്. വളരെയധികം ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടിയൊക്കെ ഭഗവാൻ ആ ഞാവൽപ്പഴം എടുത്ത് കഴിച്ചു. അതിലൊരു ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ അതിൻ്റെ കുരു ഭഗവാൻ പുറത്തേക്ക് തുപ്പി എന്നാണ്. അത് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയായതുകൊണ്ടും ഭഗവാന്റെ വായിൽ നിന്ന് പുറത്തു വന്നതായതുകൊണ്ടും മഹർഷിക്ക് തോന്നി ഇത് വളരെ വിശേഷപ്പെട്ട ഒരു വിത്താണ്, ഇതെടുത്ത് സൂക്ഷിക്കണം എന്ന് കരുതി അദ്ദേഹം ആ ഭഗവാന്റെ വായിൽ നിന്നുണ്ടായിട്ടുള്ള വിത്ത് എടുത്ത് സൂക്ഷിച്ചു എന്നാണ്. ആ ഞാവൽ മരത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ ആ ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് നടുകയും അവിടെ ഒരു ഞാവൽ മരം ഉണ്ടായി വരികയും ചെയ്തു എന്നാണ്. അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈ ഞാവൽ മരത്തിന് താഴെ ഇവിടെയുള്ള ഈ നദിയുടെ താഴത്ത് അങ്ങയുടെ സാന്നിധ്യം സദാസമയം ഉണ്ടാവണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെയാണത്രേ അവിടെ ആദ്യമായിട്ട് ഈ ജലരൂപത്തിലുള്ള ശിവലിംഗം തന്നെയാണ്. അതിൻ്റെ പ്രധാന ഭാഗം ഇരിക്കുന്നത് ജലത്തിലാണ്. ജലത്തിൻ്റെ സംസ്കൃത ശബ്ദമായിട്ടുള്ള അപ്പ് എന്നുള്ള ശബ്ദം കൂടെ ചേർത്ത് അപ്പലിംഗം എന്നാണ് ഈ ഭാഗത്തുള്ള ശിവലിംഗത്തെ വിളിച്ചു പോരുന്നത്. ഈ അപ്പലിംഗത്തിന് പുറകിൽ മറ്റൊരു രസകരമായിട്ടുള്ള കഥ കൂടിയുണ്ട്. ഈ സ്ഥലത്തിന് തിരുവാനൈക്കാവൽ എന്നൊരു പേരും കൂടിയുണ്ട് ജംബുകേശ്വരത്തിന്. ആ പേരെങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഈ കഥയായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. ഇത് ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള രണ്ടുപേര്, മാല്യവാനെന്നും പുഷ്പദന്തൻ എന്നും പേരായിട്ടുള്ള രണ്ടുപേര് കൈലാസത്തിലുണ്ടായിരുന്നു. അപ്പം ഇവരെന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ഭഗവാൻ ഇവരെ ശപിച്ചു, ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്നാണ്. ഒരാൾ ഒരു ചെലന്തിയായിട്ടും ഒരാൾ ഒരു ആനയായിട്ടും ജനിച്ചു എന്നാണ്. അപ്പം രണ്ടുപേരും ഈ ജംബുകേശ്വര സ്ഥലത്ത് അത്രേ വന്ന് ജനിച്ചത്. അപ്പം രണ്ടുപേർക്കും ഈ ശിവലിംഗം കണ്ടപ്പോൾ അത്യധികം സന്തോഷമായി. രണ്ടുപേരും അതിൽ ആരാധിക്കാൻ തുടങ്ങി. ആന ആരാധിക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള നദിയിൽ നിന്ന്, കാവേരിയിൽ നിന്ന് വെള്ളം എടുത്ത് ശിവലിംഗത്തിലേക്ക് ധാര കഴിക്കുകയാണ് ആനയുടെ ജോലി. എന്നാൽ ശിവലിംഗത്തിൽ പൊടിയൊന്നും ഏൽക്കാതെ മറ്റു തരത്തിലുള്ള വസ്തുക്കളൊന്നും ഏൽക്കാതെ ശിവലിംഗത്തെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ചിലന്തി എപ്പോഴും ഇതിനു ചുറ്റും വല കെട്ടിവെക്കുകയും ചെയ്യും. അപ്പോൾ ആന ധാര കഴിക്കാൻ വരുന്ന സമയത്ത് ഈ ചിലന്തിയുടെ വല പൊട്ടിക്കും. ആ വെള്ളം ചീറ്റുന്ന സമയത്ത് ചിലന്തിയുടെ വല പൊട്ടിയിട്ടാണ് ഈ ധാര കഴിപ്പിക്കുക. അപ്പോൾ ഇത് ചിലന്തിക്ക് വലിയ വിഷമായി. ഇവൻ ഈ ജന്മത്തിലും എന്നെ ഉപദ്രവിക്കാൻ വരികയാണോ എന്നുള്ളൊരു ചിന്ത ആ ചിലന്തിക്ക് ഉണ്ടായി എന്നാണ്. അങ്ങനെ ഈ ചിലന്തി ആനയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഒരിക്കൽ ആന വന്ന് ഭഗവാന് ധാര കഴിക്കാൻ വേണ്ടിയിട്ട് തുമ്പിക്കൈ ഉയർത്തിയ സമയത്ത് ചിലന്തി ചാടി ആ തുമ്പിക്കൈൻ്റെ അകത്ത് കയറുകയും തൻ്റെ വിഷമുള്ള ആ കാലുകൾ കൊണ്ട് ആനയുടെ മസ്തകത്തിൽ വരെ കയറി അവിടെ കുത്തുകയും ചെയ്തു എന്നാണ്. ആ നിമിഷത്തിൽ ആന അവിടെ മരിച്ചു വീഴുകയും ചിലന്തിയെ ആന കൊന്നു എന്നും പറയാനുണ്ട്. ഈ ദേഷ്യത്തിൽ ആ ആനയുടെ ആ ഒരു ശൗര്യത്തിൽ ചിലന്തിയും അവിടെ വെച്ച് മരിക്കപ്പെട്ടു. അങ്ങനെ ഒരേ സമയം ആനയ്ക്കും മോക്ഷം കിട്ടി, ചിലന്തിക്കും മോക്ഷം കിട്ടി എന്നാണ്. അങ്ങനെ ആ ചിലന്തിയും ആനയും കൂടി ആരാധിച്ച സ്ഥലമായതുകൊണ്ടും
അവിടെ അപ്പലിംഗത്തിന് പ്രാധാന്യമുണ്ട്. ഈ ചിലന്തിയാണത്ര അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കോചെങ്കണ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചോള രാജാവായിട്ട് പുനർജനിച്ചത്. അദ്ദേഹമാണ് പിന്നീട് ആ ക്ഷേത്രം ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ആനകളെയാണ് അതിന് കാവലാക്കി നിർത്തിയത്. ആനകൾ കാവൽ നിൽക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തിരുവാനൈക്കാവൽ എന്നുള്ളൊരു സ്ഥലപ്പേരൂടെ ആ സ്ഥലത്തിന് വന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ഈ ജംബുമുനിയുടെ കഥ നോക്കുകയാണെങ്കിലും മാല്യവാന്റെയും പുഷ്പദന്തൻ്റെയും കഥ നോക്കുകയാണെങ്കിലും എല്ലാത്തിലും ഭഗവാന്റെ ഈ ജലലിംഗത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് വിശേഷമായിട്ട് കാണാൻ സാധിക്കും. അപ്പ് ലിംഗം എന്നാണ് അതിനെ വിളിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചില കുട്ടികൾക്കൊക്കെ അപ്പു എന്നൊക്കെ പേരിടുന്നത് പോലും ഈ അപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ശബ്ദത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അപ്പു എന്നല്ലെങ്കിൽ അപ്പ് എന്നുള്ള ശബ്ദം കൊണ്ട് ജലലിംഗത്തെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അത് മഹാദേവൻ്റെ പേര് തന്നെയാണെന്നൊക്കെ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഭഗവാന്റെ ആ ജലരൂപത്തിലുള്ള ലിംഗം അല്ലെങ്കിൽ ജലതത്വത്തിലുള്ള ലിംഗം ഇരിക്കുന്നത് തിരുവാനൈക്കാവലിലാണ്, ജംബുകേശ്വരത്താണ്. വളരെയധികം മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ഇന്ന് കാണുന്ന തരത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി നടക്കുന്നതായിട്ട് പറയപ്പെടുന്നത് BC 1-ാം ശതകത്തിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ചിലന്തിയുടെ പുനർജനമായിട്ടുള്ള കോചെങ്കണ്ണൻ എന്ന് പറയുന്ന ചോള രാജാവാണ് ഇന്ന് കാണുന്ന തരത്തിൽ ആ ക്ഷേത്രത്തെ പുനർനിർമ്മിച്ചിട്ടുള്ളത്. 5 മനോഹരമായിട്ടുള്ള ഗോപുരങ്ങൾ, വലിയ ഗോപുരങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ആ ഓരോ ഗോപുരത്തിൻ്റെയും വാസ്തുവിദ്യ വളരെയധികം കേമപ്പെട്ട ഒന്നാണെന്നുള്ളത് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള വിശേഷവും അവിടെ വളരെയധികം കൂടുതലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന പഞ്ചഭൂത സ്വഭാവങ്ങളിൽ ഒന്നായിട്ടുള്ള ജലതത്വം ഇരിക്കുന്ന സ്ഥലമാണ് ജംബുകേശ്വരം അല്ലെങ്കിൽ തിരുവാനൈക്കാവൽ. നമ്മുടെ ശരീരം നോക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഏറിയ ഭാഗവും ജലമാണ്. പ്രപഞ്ചത്തിൽ നോക്കുകയാണെങ്കിലും ഏറിയ ഭാഗവും ജലഭാഗത്തിലുള്ള ജലതത്വത്തിലുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചഭൂത ലിംഗങ്ങളിൽ ഒന്നായിട്ട് തിരുവാനൈക്കാവലിനെ അല്ലെങ്കിൽ ജംബുകേശ്വരത്തെ കാണാനുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ജലതത്വ രൂപത്തിലിരിക്കുന്ന ശിവലിംഗ ക്ഷേത്രത്തിലേക്ക് മനസ്സുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോയി വരാം. ഭഗവാന് ധാര കഴിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് നമുക്കറിയാം. അവിടെ നിലവിൽ തന്നെ ഭഗവാൻ ജലരൂപത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാന് ഒരു ധാര നടത്താനുള്ള ഒരു ശേഷിയൊക്കെ നമുക്ക് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ. പ്രപഞ്ചത്തിൽ മുഴുവൻ ഭഗവാനെ കാണുക എന്നുള്ളതാണ് പഞ്ചഭൂത ലിംഗങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഇന്ന് ജലത്തിൽ കണ്ടു, നാളെ വായുവിൽ ഭഗവാന്റെ അംശത്തെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ വായുലിംഗത്തിൻ്റെ കഥയുമായിട്ട് നാളെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ എല്ലാവരും ആ ജംബുകേശ്വരത്തിരിക്കുന്ന ആ തിരുവാനൈക്കാവലിലുള്ള ജലരൂപത്തിലിരിക്കുന്ന അപ്ലിംഗമായിരിക്കുന്ന മഹാദേവനെ സ്മരിച്ചുകൊണ്ട് എത്ര തവണ മനസ്സിൽ നമഃശിവായ ചൊല്ലാൻ സാധിക്കുമോ, പഞ്ചാക്ഷരം ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലി ആ ജലരൂപത്തിലുള്ള ശിവക്ഷേത്രത്തിൽ ഞാനിതാ എൻ്റെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്ഷേത്ര ദർശനവും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. അടുത്ത വായുലിംഗത്തിൻ്റെ കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.